സംസ്ഥാനത്തെ സ്കൂളുകളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യാൻ ചീഫ് സെക്രട്ടറി വിളിച്ച യോഗം ഇന്നാണ്. ജില്ലാ കളക്ടർമാരുടെ യോഗമാണ് ചീഫ് സെക്രട്ടറി എ ജയതിലക് വിളിച്ചിരിക്കുന്നത്. ഫിറ്റ്നസുമായി ബന്ധപ്പെട്ടുയർന്ന പ്രായോഗിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനാണ് ഈ യോഗം. നേരത്തേതിൽ നിന്നും വിഭിന്നമായി സ്കൂൾ കെട്ടിടങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വൈദ്യുതി, ആരോഗ്യം, ഗതാഗതം, വനം, അഗ്നിരക്ഷാ സേന തുടങ്ങിയ 5 പ്രധാന വകുപ്പുകളുടെ വെരിഫിക്കേഷൻ റിപ്പോർട്ട് ഹാജരാക്കണമെന്നതായിരുന്നു സർക്കാർ മുന്നോട്ട് വെച്ച നിബന്ധന. ഗോപാൽ ശില സനലുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ഗോപാൽ, ഈ യോഗത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചർച്ചയാകും? വിവരങ്ങൾ. ഷിഹാസ്, ശ്രുതി, പ്രധാനമായിട്ടും ഈ സ്കൂൾ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നം ഏറെ നാളുകളായി, അതായത് പുതിയ സർക്കുലർ പുറത്തിറങ്ങിയതിന് പിന്നാലെ തന്നെ പ്രധാനാധ്യാപകരും അതോടൊപ്പം തന്നെ സ്കൂൾ മാനേജർമാരും എല്ലാം തന്നെ മുന്നോട്ട് വെക്കുന്ന ഒന്നാണ്. കാരണം മുൻപുണ്ടായിരുന്നതിന് വിഭിന്നമായി 5 വകുപ്പുകൾ, അതായത് ആരോഗ്യം, വനം, ഫയർഫോഴ്സ്, അതിനോടൊപ്പം തന്നെ MVD അടക്കം 5 വിവിധ വകുപ്പുകളിൽ നിന്നുള്ള ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ലഭിച്ചാൽ മാത്രമേ സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകൂ എന്ന നിലപാട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്വീകരിക്കുകയായിരുന്നു. ആ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എടുക്കാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് ചൂണ്ടിക്കാട്ടി പ്രതിഷേധവുമായി പ്രധാനാധ്യാപകർ രംഗത്ത് വന്നിരുന്നു. ഇത് സംബന്ധിച്ച വിഷയം മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും അടക്കം ചർച്ച ചെയ്യുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും പക്ഷേ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടവും തെരഞ്ഞെടുപ്പ് തിരക്കുകളൊക്കെ മൂലം അന്ന് ആ യോഗം നടന്നിരുന്നില്ല. പിന്നീട് ഈ 3 ആഴ്ചക്കാലം മാത്രം സ്കൂൾ തുറക്കാൻ ബാക്കി നിൽക്കിയ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വീണ്ടും ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നു എന്ന ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഇപ്പോൾ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു പ്രധാനപ്പെട്ട യോഗം വിളിക്കാനുള്ള തീരുമാനമുണ്ടായിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരമാണ് ചീഫ് സെക്രട്ടറി എ ജയതിലകിന്റെ അധ്യക്ഷതയിൽ ജില്ലാ കളക്ടർമാരുടെ യോഗം ചേരുക. എങ്ങനെ ഈ വിഷയത്തിൽ ഇളവുകൾ നൽകാം, എങ്ങനെ ഈ വിഷയം വേഗത്തിൽ പൂർത്തിയാക്കി, അതായത് ഈ പറയുന്ന പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് വേഗത്തിൽ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാം എന്ന കാര്യമായിരിക്കും ജില്ലാ കളക്ടർമാർ ഉൾപ്പെടെ പങ്കെടുക്കുന്ന ഈ യോഗത്തിൽ പ്രധാനമായും ചർച്ചയാവുക. തുടർന്ന് ഇതിൽ ഒരു രൂപരേഖ തയ്യാറാക്കി അതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന കാര്യത്തിൽ പ്രധാനാധ്യാപകർക്ക് പിന്നീട് നിർദ്ദേശം നൽകും. കാരണം ഇനി ഏതാണ്ടൊരു വിരലിലെണ്ണാവുന്ന 20-ൽ താഴെ ദിവസങ്ങൾ മാത്രമാണ് സ്കൂളുകൾ തുറക്കാൻ ബാക്കിയുള്ളത്. ആ ദിവസങ്ങൾക്കുള്ളിൽ ഇത്രയധികം സ്ഥാപനങ്ങളിൽ നിന്ന് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കുക എന്നത് ഒരിക്കലും പ്രായോഗികമല്ല എന്നതാണ് ഇതിൽ പ്രധാനമായും സ്കൂൾ ചുമതല വഹിക്കുന്നവർ മുന്നോട്ട് വെക്കുന്നത്. അതൊരു പരിധിവരെയും ശരിയാണെന്ന ബോധ്യവും ഉദ്യോഗസ്ഥ വിഭാഗത്തിനും സർക്കാരിനും ഉണ്ടായിട്ടുമുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഇത്തരത്തിൽ അടിയന്തര പ്രാധാന്യത്തോടു കൂടി ഒരു യോഗം ഇന്ന് വിളിച്ചിരിക്കുന്നത്. ഗോപാൽ, ഈ ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട് വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ അത് ഈ പ്രധാനാധ്യാപകർക്കാണ് പ്രധാനമായിട്ടും സാമ്പത്തിക പ്രതിസന്ധി, അതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ ഇവർ ഈ ജോലി ഭാരം എന്ന കാര്യങ്ങൾ അടക്കമുണ്ട്. അപ്പോൾ ഇതടക്കം പരിഹരിക്കുന്ന രീതിയിൽ തന്നെയായിരിക്കും ഇന്നത്തെ ചർച്ച, അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇതിൽ പ്രധാനമായിട്ടും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒന്ന്, ഈ 5 വകുപ്പുകളിലേക്കും പ്രധാനാധ്യാപകർ തന്നെ നെട്ടോട്ടമോടി ഈ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങണം എന്നുള്ളതാണ്. കാരണം നേരത്തെ ഇത് സംബന്ധിച്ച ഓരോ സ്കൂളുകളിലും ഈ 5 വിഭാഗങ്ങളിൽ നിന്നുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രത്യേക സമിതികൾ രൂപീകരിക്കണമെന്നൊരു നിർദ്ദേശമൊക്കെ വന്നിരുന്നുവെങ്കിലും പക്ഷേ അത് കാര്യക്ഷമമായി മുന്നോട്ടൊന്നും കൊണ്ടുപോയിരുന്നില്ല. വിദ്യാഭ്യാസ വകുപ്പ് അതിന് കടുംപിടുത്തം പിടിച്ചിരുന്നതുമില്ല. പക്ഷേ ഇത്തരത്തിൽ ഈ ഫിറ്റ്നസിന്റെ കാര്യം എത്തിയപ്പോഴാണ് ഈ സമിതികളുടെ അസാന്നിധ്യം അല്ലെങ്കിൽ ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട് പ്രധാനമായും പ്രധാനാധ്യാപകർ മനസ്സിലാക്കുന്നത്. ഓരോ സ്ഥാപനങ്ങളിലും കയറി ഇറങ്ങുകയും അതിനോടൊപ്പം തന്നെ ഫയർഫോഴ്സിലൊക്കെ 20,000 രൂപ കെട്ടിവെച്ചിട്ട് വേണം ഇത്തരത്തിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ. അങ്ങനെ സാമ്പത്തിക ബാധ്യത ഒരു വശത്തും മറുവശത്ത് ജോലി സമ്മർദ്ദവും ഉണ്ടാകുന്നു. അതുകൊണ്ട് ഈ പ്രതിസന്ധിയിൽ ഇടപെടണമെന്ന ആവശ്യം അവർ ഉന്നയിക്കുന്നു. ശരി, വ്യക്തമാണ്. ഗോപാൽ ശില സനലാണ് വിശദാംശങ്ങൾ നൽകിയത്.